1096 തുലാം 5-ന് 1920 ഒക്ടോബർ 21-ന് വ്യാഴാഴ്ച തിരുവോണം മഹാനവമി നാൾ രാത്രി 1 മണിയോടുകൂടി പൂർണ്ണത്രയീശ ക്ഷേത്രത്തിൽ തീഭയമുണ്ടായപ്പോൾ ഏകനാളത്തിൽ ഉറപ്പിച്ചിരുന്ന ബിംബത്തെ ഇളക്കി മാറ്റുവാൻ ബലശാലികളായ അനേകം ബ്രാഹ്മണർ ഒത്തൊരുമിച്ചു തണ്ടുകെട്ടി ഇളക്കിയിട്ടും ബിംബത്തെ ഇളക്കുവാൻ സാധിച്ചില്ല. തിടമ്പിനെ മാത്രം മാറ്റി ബിംബത്തെ ചെമ്പുകുണ്ടിലുകൊണ്ട് മൂടി മണ്ണു മീതെ കൂട്ടുകയാണ് ചെയ്തത്. അപ്പോഴേക്കും കഴുക്കോൽ മാത്രമല്ല, ഉത്തരങ്ങൾ വരെ കത്തി അമർന്ന് വീഴാൻ തുടങ്ങിയിരുന്നു. ഏതായാലും ആപത്തു കൂടാതെ അതിനകത്തുള്ളവരെല്ലാം പുറത്തു ചാടി. പുറത്തേക്കെടുത്ത തിടമ്പ് പുത്തൻ ബംഗ്ലാവിൽ പ്രതിഷ്ഠിച്ചു. അവിടെ വെച്ച് ഭഗവാനെ പൂജിച്ചു പോന്നു. ബിംബത്തിന് യാതൊരു കേടും സംഭവിച്ചിരുന്നില്ല. 3 ദിവസത്തേക്ക് ക്ഷേത്രത്തിൽ പൂജകളൊന്നും നടക്കുകയുണ്ടായില്ല. അഗ്നിബാധയുടെ അവശിഷ്ടങ്ങൾ നീക്കി അവിടെ പൂർവ്വസ്ഥാനത്തു പുനഃപ്രതിഷ്ഠയ്ക്കുള്ള ഏർപ്പാടുകൾ ദ്രുതഗതിയിൽ നടന്നു. പുത്തൻ ബംഗ്ലാവ് ക്ഷേത്രത്തിൽ കൊണ്ടുപോയി സൂക്ഷിച്ചിരുന്ന തിടമ്പിനെ കൊട്ട്, വാദ്യഘോഷങ്ങൾ എന്നിവയോടുകൂടി നാമോച്ചാരണ സഹിതം രാജാക്കന്മാരും മറ്റനേകം ജനങ്ങളും കൂടി ചേർന്ന് എഴുന്നള്ളിച്ചു കൊണ്ടുവന്ന് വീണ്ടും പീഠത്തിലിരുത്തി പുണ്യാഹാദി കർമ്മങ്ങളും വേദോച്ചാരണങ്ങളും ക്ഷീരം, കളഭം, കരിക്ക്, പനിനീര് ഇതുകളിൽ അഭിഷേകവും നടത്തി പരിശുദ്ധി ചെയ്ത് പുനഃപ്രതിഷ്ഠിച്ചു. എഴുന്നള്ളിച്ചു കൊണ്ടുവന്നതിനു നേരെ മുകളിലായി ഭഗവാന്റെ വാഹനമായ ഗരുഡൻ വട്ടം വിട്ടുകൊണ്ടിരുന്നു. ഈ പ്രതിഷ്ഠയുടെ ഓർമ്മയ്ക്കായി കൊല്ലം തോറും തുലാമാസം 9-ന് ഒരു ഉത്സവദിനമായി കൊണ്ടാടുന്നു. അഗ്നിയിൽ നശിച്ചുപോയ കൊടിമരം മാറ്റി സ്വർണ്ണക്കൊടിമരം പ്രതിഷ്ഠ ചെയ്തു. ഇത് 1932 ഏപ്രിൽ 11 തിങ്കളാഴ്ച മകയിരം നാളിനാണ്. അനന്തവിഗ്രഹം കേടുവന്നതിനാൽ ഒരു പുതിയ വിഗ്രഹം 5 തലയോടുകൂടി ഉണ്ടാക്കി പ്രതിഷ്ഠ ചെയ്തു. പുതിയ ധ്വജപ്രതിഷ്ഠയുടെയും അനന്തപ്രതിഷ്ഠയുടെയും ഓർമ്മയ്ക്കായി പ്രതിഷ്ഠാ ദിവസങ്ങളെ ചെറിയ ഉത്സവമായി കൊണ്ടാടുന്നു. പ്രത്യേക പൂജയും 6 ആനയിൽ ശീവേലിയുമുണ്ട്. കിഴക്കോട്ട് ദർശനമായ ക്ഷേത്രക്കോവിലിലെ ശ്രീ പൂർണ്ണത്രയീശന്റെ വിഗ്രഹത്തിന് 4 അടിയോളം ഉയരമുണ്ട്. അനന്തന്റെ ശരീരം ചുറ്റിയുണ്ടാക്കിയതാണ് പീഠം. 5 തലകളുള്ള അനന്തൻ മുകളിൽ കുട പിടിച്ചിട്ടുണ്ട്. ഒരു കാൽ പീഠത്തിന്മേൽ പരത്തി വെച്ചുകൊണ്ട് മറ്റേത് താഴേക്കിട്ടുകൊണ്ട് ഇരിക്കുന്ന രീതിയിലാണ് വിഗ്രഹം. ഇത് ലളിതാസന ലക്ഷണമെന്ന് പറയപ്പെടുന്നു. ഈ സമ്പ്രദായമാണ് അനന്താസന വിഷ്ണു വിഗ്രഹങ്ങളിൽ കൂടുതലായി കാണുന്നത്. ഈ വിഗ്രഹത്തിൻ്റെ ഇരുവശങ്ങളിലായി ഭൂദേവിയും ശ്രീദേവിയും ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഈ 2 ദേവതമാരെ കൂടി സങ്കല്പിച്ചു കൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ. കാരണം ശ്രീകോവിലിനകത്ത് വേറെ എന്തൊക്കെ പ്രതിഷ്ഠകളുണ്ടെന്ന് ഭക്തരായി നമുക്ക് അറിയാനുള്ള സാധ്യത കുറവാണ്. കാരണം അതൊന്നും പുറത്തുള്ള ഭക്തരോട് പറഞ്ഞു പോകരുതെന്ന് സത്യം ചെയ്തിട്ടാണ് പൂജാരികളെ കർമ്മം ചെയ്യാനായി ഗർഭഗൃഹത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ക്ഷേത്രം പുനർനിർമ്മിക്കുന്നതിന് രാജഭരണകാലത്ത് ഫണ്ട് സംഭരിക്കാനായി രൂപീകരിച്ച ശ്രീ പൂർണ്ണവിലാസം ബാങ്ക് എന്നൊരു ബാങ്ക് തൃപ്പൂണിത്തുറ സ്റ്റാച്യു ജംഗ്ഷനിൽ തുടങ്ങി. ഇപ്പോൾ ആ ബാങ്ക് ദേശവൽക്കരണത്തിന് ശേഷം കനറ ബാങ്കായി മാറി. എല്ലാ വർഷവും ഈ ഉത്സവം ആഘോഷിക്കുന്നതിനായി കർപ്പൂര വഴിപാടിനുള്ള കർപ്പൂരം പഞ്ചവാദ്യങ്ങളോടുകൂടി 3 ആനപ്പുറത്ത് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന് പ്രദക്ഷിണ വഴിയിൽ മുഴുവൻ നിരത്തി പ്രാർത്ഥനയോടെ ഭക്തജനങ്ങൾ തെളിയിക്കുന്നു. അപ്പോൾ പുറമേ നിന്നും നോക്കുമ്പോൾ അമ്പലം മുഴുവനും പുക കൊണ്ട് മൂടിയിരിക്കുന്നതായി തോന്നും. ഇത് 1096 തുലാം മാസത്തിൽ അമ്പലം കത്തിയെന്ന് കേൾവിപ്പെട്ടതിൻ്റെ ഓർമ്മ നമ്മളെ ഉണർത്തുന്നു. ഭഗവാന്റെ പിൻഭാഗത്തും ആദിശേഷന്റെ ബിംബം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. ഈ ബിംബത്തിൻ്റെ മുന്നിൽ തെളിയിച്ചു വച്ചിരിക്കുന്ന ദീപം കണ്ടു തൊഴുതാൽ
വിഷഭീതി അകന്നുപോകുമെന്ന് പറയപ്പെടുന്നു.